ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ആക്ച്വലി നമ്മൾ ഒരു ഹൈഡ്ര ഫേഷ്യൽ ചെയ്യാൻ പോവാം കേട്ടോ. നമുക്കറിയാം ഇപ്പോൾ ഓണം സീസണാണ്. ഓണത്തിൻ്റെ കുറേ പ്രിപ്പറേഷൻസ് വരാൻ പോകുന്നുണ്ട്, ഫോട്ടോഷൂട്ട്സ്, അതുപോലെ തന്നെ കുറച്ച് ഇവൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിന് എന്തായാലും നമ്മുടെ ഫേസ് നല്ല രീതിയിലിരിക്കണം. എൻ്റെ ഫേസ് അത്യാവശ്യം നല്ല രീതിയിൽ ടാനൊക്കെ ആയിട്ടിരിക്കുകയാണ്. കാരണം മുംബൈ പോയിട്ട് അവിടുത്തെ വെയിലും മഴയൊക്കെ കൊണ്ട് എൻ്റെ സ്കിൻ ആകെ കൊള്ളായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഈ പ്രാവശ്യം ഹൈഡ്ര ഫേഷ്യൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കാരണം അതെങ്ങനെയുണ്ട്, എങ്ങനെ ഉണ്ടാകും എന്നുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ചെയ്തിട്ട് ഞാൻ ആ ചെയ്യുന്ന പ്രോസസ്സ് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വേഗം പോവാം കേട്ടോ. അപ്പോൾ അതേ നമ്മളുടെ ഹൈഡ്ര ഫേഷ്യൽ ചെയ്യാൻ വേണ്ടി രേണൂസ് ബ്രൈഡൽ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് പൈപ്പ് ലൈൻ റോഡിലാണ് കേട്ടോ. അങ്ങനെ ദേ നമ്മൾ രേണു ചേച്ചിയുടെ സലൂണിലെത്തി. അപ്പോൾ ഇതാട്ടോ ഇൻറ്റീരിയർ ഫുൾ ചെടികളാണ്, ഫുൾ പച്ചപ്പും ഹരിതാവും ഒക്കെയാണ് കേട്ടോ. നല്ല രസമാണ്, ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീനാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഹൈഡ്ര ഫേഷ്യൽ ചെയ്യുന്ന മെഷീൻ കേട്ടോ. ഇത് ചേച്ചി പുതിയതായിട്ട് മേടിച്ച മെഷീനാണ്. അപ്പോൾ റീസെൻ്റ്ലി ആണ് ഇവിടെ ഹൈഡ്ര ഫേഷ്യൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും പോയി ചെയ്യാം എന്നുള്ളത്. കുറേ ആയി ഞാൻ ഹൈഡ്ര ഫേഷ്യലിനെ പറ്റി കേൾക്കുന്നു, പക്ഷേ ഇതുവരെ ചെയ്തിട്ടില്ല. ആദ്യം തന്നെ നമ്മളുടെ സ്കിൻ സ്ക്രബ് ചെയ്യുക കേട്ടോ ചെയ്തത്. ഒന്നാമത് ഞാൻ ഡീറ്റാനും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു, കാരണം എൻ്റെ ഫേസ് ഭയങ്കര ടാനായിട്ടിരിക്കണമായിരുന്നു. അപ്പോൾ ഈ ചേച്ചി നല്ല രീതിയിൽ എന്താ പറയുക സ്ക്രബ് ചെയ്ത് തന്നു. കഴുത്തിലും ഫേസിലൊക്കെ സ്ക്രബ് ചെയ്ത് തന്നതിന് ശേഷം ഈ ഒരു മാസ്ക് ഇടുക കേട്ടോ. ഈ ഒരു മാസ്ക് ഇട്ടപ്പോഴേക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരു എന്താ പറയുക, നമ്മുടെ കോൾഗേറ്റില്ലേ ആ ഒരു സ്മെല്ലും ആ ഒരു ചെറിയായിട്ടൊരു പുകച്ചിലും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഇടുമ്പോഴേക്ക് ഒരു ചെറിയൊരു ബേണിങ് സെൻസേഷൻ പോലെ ഉണ്ടാകും എന്നുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ അതങ്ങോട്ട് മാറി കേട്ടോ. ജസ്റ്റ് ആ ഫസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്തപ്പോൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ അതങ്ങോട്ട് മാറി. അത് കഴിഞ്ഞ് ഫേസിൽ മൊത്തം ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ ഇതിങ്ങനെ എന്താ പറയുക സ്കിന്നിലേക്ക് ഇങ്ങനെ അബ്സോർബ് ചെയ്യാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ അത് ഡീറ്റാൻ്റെ പാക്കാണെന്ന് തോന്നുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നല്ല ഐസ് വെള്ളത്തിൽ ഫേസ് സ്ക്രബ് ചെയ്തുകൊണ്ടേയിരുന്നു. ഫേസ് മൊത്തം ആ വെള്ളം നല്ല കിടുക്കാച്ചി ഐസ് വെള്ളം കേട്ടോ, ഒരു രക്ഷയില്ലായിരുന്നു. എന്നിട്ട് അതിലിങ്ങനെ ആ വെള്ളം മുക്കിയിട്ട് നമ്മൾ ഫേസിലേക്ക് ഇങ്ങനെ ഇത് ചെയ്യുമ്പോഴേക്കും ഭയങ്കര സുഖമാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ടിഷ്യൂ വെച്ചിട്ട് ഫുൾ തുടച്ച് വൃത്തിയാക്കി കേട്ടോ. അപ്പോൾ വൃത്തിയാക്കി കഴിഞ്ഞിട്ടുള്ള ഫേസ് ഇതാണ്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഹൈഡ്ര ഫേഷ്യൽ സ്റ്റാർട്ട് ചെയ്തു. ആദ്യം തന്നെ നമ്മളുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫേസിലെ കുഴികളൊക്കെ ഇല്ലേ അതിൻ്റെ അകത്തൊക്കെ കുറേ ഇങ്ങനെ അഴുക്കുകളൊക്കെ കയറിയിരിക്കുമല്ലോ, അതൊക്കെ വലിച്ചെടുക്കുന്ന സക്ക് ചെയ്തെടുക്കുന്ന ഒരു മെഷീനാണ് കേട്ടോ ഇത്. അതിൻ്റെ അകത്ത് വെള്ളമാണ്. ഇത് മൊത്തം വെള്ളം കൊണ്ടിട്ടുള്ള ഹൈഡ്ര എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ വെള്ളമാണെന്നുള്ളത്. അപ്പോൾ വെള്ളം കൊണ്ടിട്ടുള്ള ആ ഒരു ഫേഷ്യലാണ്. മൊത്തം വെള്ളത്തിലാട്ടോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ അകത്ത് വെള്ളമുണ്ട്. അപ്പോൾ വെള്ളം ഇങ്ങനെ പുറത്തേക്ക് തള്ളിയിട്ട് അത് വെച്ചിട്ട് തന്നെ എന്തോ ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുക. ശരിക്കും സക്ക് ചെയ്ത് നമ്മളുടെ ഫേസ് മൊത്തം ചേച്ചി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ല രീതിയിൽ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഈ ഒരു മെഷീൻ വെച്ചിട്ട് ഇങ്ങനെ സക്ക് ചെയ്തെടുത്തു. അത് കഴിഞ്ഞിട്ട് ഈ ഒരു പാക്ക് ഇടുകയാണ്, ഫുൾ ഫേസിലേക്ക് പാക്ക് അപ്ലൈ ചെയ്യാണ് കേട്ടോ. അപ്പം അത് കഴിഞ്ഞ് ഈ ഒരു സാധനം വെച്ച് കണ്ണടച്ച് വെച്ചിട്ട് ഹീറ്റ് കൊടുക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫേസിലേക്ക് നമ്മൾ എന്താ പറയുക ഫേഷ്യലൊക്കെ ചെയ്യുമ്പോഴേക്ക് നമ്മൾ ഹീറ്റ് കൊടുക്കില്ലേ, അതാണ് ചെയ്തത്. പക്ഷേ ഈ ഒരു മെഷീൻ വെച്ചിട്ട് ഹീറ്റ് കൊടുത്തത്. അപ്പം ഭയങ്കര ഹെവി ചൂടുമായിരുന്നില്ല, നല്ല ഭംഗി, നല്ലൊരു പ്രത്യേക രസമായിരുന്നു കേട്ടോ. കാരണം ഇത്ര നേരം ഐസ് വാട്ടറിൽ ഇങ്ങനെ ഫേസൊക്കെ ചെയ്ത് അത് കൂടാണ്ട് ആ ഒരു ക്രീമും കുറച്ച് പാക്ക് ഇട്ടപ്പോൾ തന്നെ കുറച്ചൊരു എന്താ പറയുക നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഇങ്ങനെ ചൂട് കിട്ടിയപ്പോഴേക്കും നല്ല സുഖമായിരുന്നു. അങ്ങനെ ഫേസ് മൊത്തം ഹീറ്റ് ചെയ്തു. അങ്ങനെ ആ ഒരു ഹീറ്റൊക്കെ കിട്ടിയതിന് ശേഷം ആ ഒരു ഐസ് വാട്ടർ വെച്ചിട്ട് നമ്മളുടെ ഫേസ് നല്ല രീതിയിൽ മസാജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ പോയിൻറ്റ്സിലും. ഇവർക്ക് കുറച്ചും കൂടെ അറിയാമല്ലോ എവിടേക്കാണ് എങ്ങനെയൊക്കെയാണ് മസാജ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഫുൾ ഫേസ് മസാജ്. ഈ സമയത്ത് എനിക്ക് ഉറക്കം വന്നിട്ട് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം വെച്ചാൽ നമ്മളിങ്ങനെ ഫുൾ റിലാക്സ് ചെയ്യണല്ലേ. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നത് എന്താ ഇവിടെ ലൈറ്റ് ഇല്ലാത്തതിന്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫേഷ്യലൊക്കെ ചെയ്യുമ്പോഴേക്കും ഫുൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് ആ ഇരുട്ടിലാട്ടോ ചെയ്യുന്നത്. കാരണം എന്നാലേ നമുക്ക് ആ ഒരു വൈബിൽ നമുക്ക് കിടന്ന് ഉറങ്ങാനൊക്കെ പറ്റുള്ളൂ. ഭയങ്കര റിലാക്സ് ചെയ്യേണ്ട സംഭവമാണല്ലോ. പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാനുള്ളതുകൊണ്ട് എനിക്കങ്ങനെ ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നാലും ഞാൻ ചില സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ ഉറങ്ങിപ്പോവായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഈ ഒരു മെഷീൻ വെച്ചിട്ട് ഇത് മൊത്തം ഇങ്ങനെ വടിച്ചെടുക്കുവാണ്. എന്നിട്ട് നമ്മുടെ മൂക്കിൻ്റെ അവിടുത്തെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ വടിച്ചെടുത്തോണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ എന്താ പറയുക കരണ്ട്
ഇത് ആക്ച്വലി ഇലക്ട്രോണിക് ഐറ്റമാണ്, പക്ഷെ എന്നാലും നമുക്കങ്ങനെ ഇലക്ട്രിക് ആയിട്ടുള്ളൊരു സാധനം ഫേസിൽ വെക്കുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഞാൻ നമ്മളുടെ ഓക്സിജീനിയോ ഫേഷ്യൽ ചെയ്തപ്പോഴേക്കും നമുക്ക് മനസ്സിലാവും ഒരു ഇലക്ട്രോണിക് ഐറ്റം ഫേസിൽ വെക്കുന്നുണ്ടെന്നുള്ളത്. പക്ഷേ ഇത് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് അത് മൊത്തം വൈപ്പ് ചെയ്തെടുത്തു കേട്ടോ, ഫുൾ ഫേസ് വൈപ്പ് ചെയ്തെടുത്തു. ഇനി നമ്മൾ അടുത്തത് ഇനിയൊരു ക്രീമാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. ഈ ഒരു ഈ ഒരു ക്രീം ഫുൾ ഫേസ് അപ്ലൈ ചെയ്ത് ഫേസ് മൊത്തം ഇപ്പോൾ ചേച്ചി മസാജ് ചെയ്യും കേട്ടോ. ചേച്ചി മസാജാണ് ചെയ്യുന്നത്. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു എന്തായിരുന്നു ചേച്ചി ചെയ്തതെന്നുള്ളത്. എന്നിട്ട് ഈ ഒരു ക്രീം ഇട്ടിട്ട് ഫുൾ ഫേസ് നല്ല രീതിയിൽ മസാജ് ചെയ്യായിരുന്നു. പിന്നെ എല്ലാ ക്രീമും ഭയങ്കര കൂളിംഗ് ആയിട്ടുള്ള സാധനമാണ് കേട്ടോ. അതിങ്ങനെ ഫേസിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു കൂളിംഗ് എഫക്റ്റ് ഭയങ്കരമായിട്ട് കിട്ടും. അത് കഴിഞ്ഞിട്ട് ഫേസ് മൊത്തം ക്ലീൻ ചെയ്തതിന് ശേഷം ഇത് കഴിഞ്ഞിട്ടൊരു കിടുക്കാച്ചി സാധനമാണ് കേട്ടോ. പണ്ട് നമ്മളിങ്ങനെ ഹൊറർ ഫിലിംസിലൊക്കെ കണ്ടിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ എന്തായാലും ഞാൻ കാണിച്ചു തരാം എന്താണ് ഐറ്റം എന്നുള്ളത്. അപ്പോൾ എൻ്റെ മുടിയൊക്കെ ഒന്നും കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുമായിരുന്നു. കാരണം വെച്ചാൽ മുടിയിലൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സാധനം വെച്ച് സെക്യൂർ ചെയ്ത് വെച്ചേക്കായിരുന്നു കേട്ടോ. അതിന് മുമ്പ് വേറൊരു സാധനം ചെയ്തല്ലേ. ഈ ഒരു സാധനം വെച്ചിട്ട് ഫേസ് ഒന്നും കൂടെ സ്ക്രബ്ബല്ല ഇങ്ങനെ മസാജ് ചെയ്തു കേട്ടോ. ഇതെന്താ സംഭവം എന്നുള്ളത് എനിക്കറിയില്ല. അപ്പം എൻ്റെ ഫേസ് ഇങ്ങനെ ഡ്രൈ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ സ്പ്രേ ചെയ്തിട്ട് നമ്മളുടെ വെള്ളം തന്നെയാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ റോസ് വാട്ടറാണ്. ഞാൻ എന്താണെന്നുള്ളത് ഞാൻ ഓർക്കണില്ല കേട്ടോ. അത് വെച്ചിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് ഈ ഒരു മെഷീൻ വെച്ചിട്ട് ഫേസ് മൊത്തം മസാജ് ചെയ്യായിരുന്നു കേട്ടോ. ശരിക്കും നല്ലൊരു ഫേസിന് നല്ല ബ്ലഡ് സർക്കുലേഷനൊക്കെ നല്ല രീതിയിൽ, അതായത് രക്തോട്ടമൊക്കെ നല്ല രീതിയിലാവാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫേഷ്യൽ ചെയ്തപ്പോഴേക്കും ഫുൾ ടൈം ഫേസ് മസാജിങ് ആയിരുന്നല്ലോ. പൊതുവേ നമ്മുടെ സാധാ മസാജ് ചെയ്യുമ്പോഴേക്കും ആദ്യം സ്ക്രബ് യൂസ് ചെയ്യും, പിന്നെ അതിന് ശേഷം എന്താ പറയുക അത് ക്ലീൻ ചെയ്തിട്ട് നമ്മളുടെ പാക്ക് ഇടും. അങ്ങനെയല്ലേ നമ്മൾ ചെയ്യുന്നത്, ഫുൾ മസാജ് ചെയ്ത് കഴിഞ്ഞിട്ട് പാക്ക് ഇടും. പക്ഷേ ഇതിലെന്ന് പറഞ്ഞാൽ ഫുൾ ഇങ്ങനെ എല്ലാ ക്രീംസും യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് മസാജിങ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ശരിക്കും ഭയങ്കര റിലാക്സിങ് ആയിട്ടുള്ളൊരു പ്രൊസീജിയർ ആയിരുന്നു കേട്ടോ ഈ ഒരു ഹൈഡ്രാ ഫേഷ്യലിൻ്റെ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഭയങ്കര റിലാക്സിങ് ആയിരുന്നു. എന്നിട്ട് ഇപ്പോൾ ഈ മെഷീൻ വെച്ചിട്ട് നമ്മുടെ ഫേസ് മൊത്തം മസാജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല സുഖമായിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞാൽ കിടന്നുറങ്ങി പോവായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ ഇങ്ങനെ ട്രൈപോഡിൽ ക്യാമറ വെച്ചിട്ട് ഇടയ്ക്ക് ഞാൻ ക്യാമറ ഇങ്ങനെ നോക്കുന്നുണ്ട്, കാരണം വെച്ചാൽ എങ്ങാനും വീണ് പോകുമോ എന്നുള്ളത്. പക്ഷേ നല്ല രസമായിരുന്നു. പിന്നെ കുറേ പേര്, അതായത് ചേച്ചീനെ എനിക്ക് പണ്ടേ തൊട്ട് അറിയാവുന്നതാണ്. പിന്നെ അവിടെയുള്ള സ്റ്റാഫുകാരെയും എനിക്ക് പണ്ടേ തൊട്ട് അറിയുന്നു. അപ്പോൾ എല്ലാവരും കൂടെ ആയിട്ട് അവരിങ്ങനെ ഓരോ കഥകളും കാര്യങ്ങളൊക്കെ പറയുന്നു. ഞാനിങ്ങനെ കിടന്നുകൊണ്ട് കേട്ടോണ്ടിരിക്കുകയാണ് കേട്ടോ. അതാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. പിന്നെ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോപ്പിറൈറ്റ് ഇഷ്യൂവും കാരണം ആണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് സംസാരിക്കാൻ പറ്റത്തില്ല, കാരണം നമ്മളുടെ ചുണ്ടിലും ഒക്കെ ക്രീം അപ്ലൈ ചെയ്യുവാണല്ലോ. അയ്യോ, ഉറക്കം തന്നെ ശരിക്കും പറഞ്ഞാൽ. സത്യം പറഞ്ഞാൽ ഇത് കണ്ടിട്ട് തന്നെ എനിക്ക് ഉറക്കം വരുന്നു, കാരണം ഭയങ്കര റിലാക്സിങ് ആയിട്ടുള്ളൊരു പ്രൊസീജിയർ. ശരിക്കും കാണുമ്പോൾ തന്നെ ഉറക്കം വരുന്നു കേട്ടോ. അങ്ങനെ ഇത് മൊത്തം ഫേസ് നല്ല രീതിയിൽ മസാജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് അത്യാവശ്യം കുറച്ച് നേരമുള്ളൊരു പ്രൊസീജിയർ ആയിരുന്നു കേട്ടോ. അങ്ങനെ ആ ഒരു എന്താ പറയുക മസാജിങ് കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ ഫേസിലേക്ക് സിറം അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചേച്ചി. എന്ത് സിറം ആണെന്ന് എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ ഇതിൽ യൂസ് ചെയ്ത പ്രോഡക്റ്റ്സ് എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല. ഞാനിങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാം കേട്ടോ എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളത്. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ചെയ്യാൻ പോണത് ആ സെയിം മെഷീൻ വെച്ചിട്ട് തന്നെ നമ്മളുടെ ഫേസ് ഒന്നും കൂടി മസാജ് ചെയ്യുക. പക്ഷേ ഈ ഒരു മസാജിങ്ങിൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറേ ലൈറ്റ്സ് വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഓരോ ലൈറ്റ് ഓരോ പ്രത്യേകത ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. കാരണം വെച്ചാൽ അല്ലാണ്ട് അങ്ങനെ ആ ഒരു സംഭവം വരത്തില്ലല്ലോ. അപ്പോൾ ഞാനവിടെ ചോദിക്കേണ്ടത് എന്താ ഇത് പള്ളിപ്പെരുന്നാളാണ്. കാരണം വെച്ചാൽ നമ്മൾ ഇങ്ങനെ കണ്ണടച്ചിരിക്കുകയാണെങ്കിലും പെട്ടെന്ന് ഇങ്ങനെ ലൈറ്റ് അടിക്കുമല്ലോ നമ്മളുടെ കണ്ണിലേക്ക്. അങ്ങനെ ലൈറ്റ് അടിച്ചപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. അങ്ങനെ ഓരോ കളേഴ്സ് വന്നിട്ട് ഇങ്ങനെ ഫേസ് ഇങ്ങനെ മസാജ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ആ ഒരു മസാജിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ ഫേസിൽ ഇട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു ക്രീമില്ലേ, അത് വെച്ചിട്ടാണല്ലോ ഫുൾ ഫേസ് മസാജ് ചെയ്തത്. ആ ഒരു ക്രീം കംപ്ലീറ്റ് ഇപ്പോൾ തുടച്ച് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, ഫുൾ തുടച്ച് കളയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഫേസിലേക്ക് പാക്ക് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്തിട്ട് ഒരു സ്റ്റെപ്പും കൂടെ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ ഹൈഡ്രാ ഫേഷ്യലൊക്കെ തീരും. അപ്പോൾ ഈ ഒരു പാക്ക് നമ്മളുടെ ഫുൾ ഫേസിൽ അപ്ലൈ ചെയ്യാൻ കേട്ടോ. അതായത് നമ്മളുടെ കഴുത്തിലും നെറ്റിയിലും ചെവിയിലും ഒക്കെ അപ്ലൈ ചെയ്തു കേട്ടോ.
അങ്ങനെ ആ ഒരു ഫേസ് പാക്ക് കംപ്ലീറ്റ് നമ്മളുടെ ഫേസിലും കഴുത്തിലും ചെവിയിലും എല്ലായിടത്തും അപ്ലൈ ചെയ്തതിന് ശേഷം ഈ ഒരു ഷീറ്റ് മാസ്ക് ഇല്ലേ അത് നമ്മളുടെ ഫേസിലേക്ക് ഫുൾ ഇടും. പൊതുവേ നമ്മൾ മേടിക്കാറുണ്ടല്ലോ പുറത്തുനിന്ന്, ആ സെയിം ഷീറ്റ് മാസ്ക് തന്നെ കേട്ടോ. അതായത് അതേപോലത്തെ തന്നെ സെയിം ഷീറ്റ് മാസ്ക് ആണ്. എന്നിട്ട് അതിലുള്ള ബാക്കിയുള്ള ക്രീമുകൾ, അതായത് ആ ഒരു ജെല്ല് മൊത്തം നമ്മളുടെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുമായിരുന്നു. ഇതും കൂടെ വെച്ച് കഴിയുമ്പോഴേക്കും എനിക്ക് നമ്മളിങ്ങനെ ഓരോ ഫിലിമിലേക്ക് വേണ്ടിയിട്ട് എന്താ പറയുക മാസ്ക് ഒക്കെ ഉണ്ടാക്കില്ലേ, ആ ഒരു ഇതായിട്ടാട്ടോ എനിക്ക് തോന്നിയത്. അങ്ങനെ ഫേസിലേക്ക് മൊത്തം ഈ ഒരു മാസ്കിൻ്റെ അകത്തുള്ള ആ ഒരു ജെല്ലും ഒക്കെ നമ്മളുടെ സ്കിന്നിലേക്ക് ആയി കഴിഞ്ഞതിന് ശേഷം ഈ ഒരു സംഭവം അങ്ങോട്ട് ഫേസിലേക്ക് വെച്ചിട്ടോ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഏതൊക്കെയോ ഒരു എന്താ പറയുക ക്യാരക്ടറാട്ടോ എൻ്റെ മനസ്സിൽ വന്നത്. ഏത് ക്യാരക്ടറാണെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് കണ്ടിട്ട് എന്തെങ്കിലും ഒരു ക്യാരക്ടറായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ ഓരോ ലൈറ്റ് കത്തോട്ടോ. ഇതിപ്പോൾ പച്ച, അത് കഴിഞ്ഞിട്ട് ഇപ്പം നീല, യെല്ലോ, പേർപ്പിള്, റെഡ്, വൈറ്റ്, അങ്ങനെ ഓരോ കളേഴ്സ് ഉണ്ട്. അതിൽ എന്നിട്ട് ഇപ്പോൾ റെഡിൽ കുറച്ച് നേരം എത്രയോ മിനിറ്റ് ആ ഒരു മെഷീൻ കണ്ടോ, അതിലിങ്ങനെ ടൈമർ കൊടുത്തിട്ടുണ്ട്. ആ ടൈമറിൽ ഈ ഒരു റെഡ് കംപ്ലീറ്റ് ആയതിന് ശേഷം പിന്നെ അടുത്ത ടൈമർ വെച്ചിട്ട് അടുത്ത കളർ, അങ്ങനെ ഓരോ കളേഴ്സിനും എന്തൊക്കെയോ ഉണ്ട് കേട്ടോ സ്പെഷ്യാലിറ്റി. അത് എന്താണെന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ എനിക്കിത് കണ്ടിട്ടിങ്ങനെ സത്യം പറയാമല്ലോ എനിക്ക് പേടിയാവുമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ആ ചേച്ചി റെഡ് കളർ മാറ്റിയിട്ട് ഇപ്പോൾ ഗ്രീനിലേക്ക് ഇട്ടു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ബ്ലൂ ആയി. ബ്ലൂ എത്രയോ 16 സെക്കൻഡ്സ് അങ്ങനെ എന്താണ്ടും ആയിരുന്നു കേട്ടോ ടൈം കൊടുത്തേച്ച്. 16 ആണോ 19 ആണോ ദൈവത്തിന് അറിയാം, ഞാനത് ഓർക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മെഷീനിൽ കറക്റ്റ് ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ എത്രയോ മിനിറ്റിലേക്ക് വേണ്ടിയിട്ടാട്ടോ ഇവരിത് ചെയ്യുന്നത്. ഈ സമയത്തൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് റെസ്റ്റ് എടുക്കുകയായിരുന്നു കേട്ടോ. ഞാൻ ഇങ്ങനെ ഉറങ്ങായിരുന്നു. കാരണം ആ ഒരു ഷീറ്റ് മാസ്കും അതിൻ്റെ അകത്തുള്ള മാസ്കും ഷീറ്റ് മാസ്കിൻ്റെ തണുപ്പും ഒക്കെ കൂടെ ആയിട്ട് ഭയങ്കര ഒരു കൂളിംഗ് എഫക്റ്റ് തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇത് കണ്ടോ ആ ചേച്ചി ഇങ്ങനെ ഓരോ കളേഴ്സ് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇത് എന്തിനാണെന്നുള്ളത് എനിക്ക് സത്യമായിട്ട് അറിയില്ല കേട്ടോ. അറിയുന്നവരെന്തായാലും കമൻറ്റ് ചെയ്യുക ഇങ്ങനെ കളേഴ്സ് എന്തിനാണ് മാറ്റുന്നത് എന്നുള്ളത്. അപ്പോൾ എന്തായാലും എനിക്കത് എന്താ സംഭവം എന്നുള്ളത് മനസ്സിലായില്ല. പക്ഷേ സൈഡിൽ ഇങ്ങനെ ടൈമർ വെച്ചിട്ടാണ് ഓരോരോ ടൈം മീൻസ് ഓരോരോ കളേഴ്സ് മാറ്റിക്കൊണ്ടിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാ കളേഴ്സും കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ ആ പൊക്കത്ത് വെച്ച ആ മാസ്ക് അങ്ങോട്ട് എടുത്ത് മാറ്റി. എന്നിട്ട് നമ്മുടെ ഫേസിൽ ഒരു ഷീറ്റ് മാസ്ക് ഇട്ടിട്ടുണ്ടായില്ലേ, അതും എടുത്തു. അത് എടുത്തു കഴിഞ്ഞിട്ട് നമ്മളുടെ ഫേസിലുണ്ടായ എന്താ പറയുക മാസ്കും കൂടെ നമ്മളുടെ സ്കിന്നിലേക്ക് നല്ല രീതിയിൽ എന്താ പറയുക അബ്സോർബ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളുടെ ആ ഒരു വൈറ്റ് ക്ലോത്ത് വെച്ചിട്ട് ടിഷ്യൂ ക്ലോത്ത് വെച്ചിട്ട് നമ്മളുടെ ഫേസ് കംപ്ലീറ്റ് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഫേസ് മൊത്തം ക്ലീൻ ചെയ്തു. ഇതിന് ശേഷം ലാസ്റ്റ് ഒരു സ്റ്റെപ്പ് ഉണ്ട്. ഇതെന്ന് വെച്ചാൽ ഒരു സ്പ്രേ അടിക്കുന്ന ഒരു സാധനം കേട്ടോ. നമ്മളുടെ വാട്ടർ കണ്ടൻ്റുള്ള ഒരു സ്പ്രേ ആണ്. അത് വെറും വെള്ളമാണോ അതോ എന്തെങ്കിലും മെഡിസിൻസ് യൂസ് ചെയ്തിട്ടുണ്ടോ ഒന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഇത് ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു പ്രൊസീജിയറായിരുന്നു. കാരണം കംപ്ലീറ്റ് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഉറക്കം കളയാനുള്ളൊരു സാധനം കൂടെ ആയിരുന്നു കേട്ടോ. നമ്മുടെ ഫേസിലേക്ക് മൊത്തം ഇങ്ങനെ സ്പ്രേ ചെയ്ത് ഇരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഹൈഡ്രാ ഫേഷ്യലിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്കിൻ ഇങ്ങനെ ഡ്രൈ ആക്കില്ല, ഫുൾ ടൈം ഇങ്ങനെ വെറ്റാക്കിക്കൊണ്ടേയിരിക്കും. നമ്മളുടെ ഫേസിലേക്ക് ആ ഒരു വലിയലൊക്കില്ലേ, ചില മാസ്ക് ഒക്കെ ഇടുമ്പോഴേക്കും നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ വലിയാൻ തോന്നില്ല. പക്ഷെ ഇതങ്ങനെയല്ല, ഭയങ്കരമായിട്ട് നമ്മളുടെ സ്കിൻ നല്ല രീതിയിൽ മോയ്സ്ചറൈസ് ആയി ഭയങ്കര ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു ഫേഷ്യലും കൂടിയാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എല്ലാ പ്രൊസീജിയേഴ്സും ഭയങ്കര അടിപൊളിയായിരുന്നു. ആൻഡ് നല്ല രീതിയിൽ തന്നെ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പിയാണ്. അതുപോലെ തന്നെ ഞാൻ ഭയങ്കര റിലാക്സ്ഡ് ആയിരുന്നു കേട്ടോ ഇത് കഴിഞ്ഞിട്ട്. പിന്നെ നമ്മളുടെ ആ ഒരു ശരിക്കും നമ്മൾ സ്കിൻ കെയർ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ലേ, ആ ഒരു സംഭവമായിരുന്നു എനിക്കിത് ചെയ്ത് കഴിഞ്ഞപ്പോഴും. ഭയങ്കര സന്തോഷമായി. കാരണം വെച്ചാൽ കുറേ നാളായി ഞാൻ ചെയ്യണം കാത്തിരുന്ന ഒരു സാധനമാണ് ഹൈഡ്രാ ഫേഷ്യൽ. അപ്പോൾ അത് ചെയ്തപ്പോഴേക്ക് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അങ്ങനെ ആ ഒരു സ്പ്രേയും കൂടെ ചെയ്തതിന് ശേഷം നമ്മളുടെ ഫേസ് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഉരച്ചൊന്നും എടുക്കണില്ല കേട്ടോ. ഇങ്ങനെ എന്താ പറയുക ഡാബ് ചെയ്ത് ഇങ്ങനെ ഫുള്ളിങ്ങനെ ഒപ്പി എടുക്കുമായിരുന്നു കേട്ടോ. ശരിക്കും ഭയങ്കര ഡിഫറൻസ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളുടെ ആദ്യത്തെ ആ ഒരു ഫേസിൽ നിന്ന് ഈ ഒരു ഫേസിലേക്ക് ഭയങ്കര ഡിഫറൻസ് ഉണ്ടായിരുന്നു. കാരണം ആ ടാനൊക്കെ നല്ല രീതിയിൽ റിമൂവ് ആയി കഴിഞ്ഞപ്പോൾ ഭയങ്കര സുഖമായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മളുടെ ഫേസിലൊരു മോയ്സ്ചറൈസർ കൂടെ അപ്ലൈ ചെയ്ത് നല്ല രീതിയിൽ മസാജും കൂടെ ചെയ്ത് തന്നു കേട്ടോ.
ശരിക്കും ഭയങ്കര സുഖമായിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞാൽ നിങ്ങളെല്ലാവരുടെ അടുത്തും ഞാൻ റെക്കമെൻഡ് ചെയ്യും കേട്ടോ, ഈ ഒരു ഫേഷ്യൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കാരണം വെച്ചാൽ ഫുൾ അതായത് നമ്മളുടെ വെള്ളം വെച്ചിട്ടാണ് ചെയ്യുന്നത് ഈ ഒരു ഫേഷ്യൽ. അപ്പോൾ നമ്മുടെ സ്കിൻ നല്ല രീതിയിൽ എന്താ പറയുക, ഭയങ്കര മോയ്സ്ചറൈസ് ആയിട്ട് നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കും കേട്ടോ. എനിക്ക് ചില ഫേഷ്യൽസൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഡ്രൈ ആവുന്ന പോലെ തോന്നും. പക്ഷേ ഈ ഒരു ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അങ്ങനെ ഡ്രൈനെസ് ഒന്നും ഫീൽ ചെയ്തില്ല. ഭയങ്കര എന്താ പറയുക, ഫേസ് നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ട് ഇരിക്കണ പോലെ കേട്ടോ എനിക്ക് ഫീൽ ചെയ്തത്. അതൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ ഫേഷ്യൽ കംപ്ലീറ്റ്ലി കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഫേസൊക്കെ കഴുകി നല്ല വൃത്തിയായിട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഫേസ് കഴുകി കഴിഞ്ഞിട്ടുള്ള ഫേസ് കേട്ടോ. അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു വാം ലൈറ്റ് ആയതുകൊണ്ടാണ് ശരിക്കും നിങ്ങൾക്ക് ആ ഒരു ഇരുട്ട് ഫീൽ ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു കറക്റ്റ് സ്കിൻ കാണാതെ. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അതുപോലെ തന്നെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞു കേട്ടോ ആ ഒരു ഡിഫറൻസ് എന്താണ് എൻ്റെ സ്കിന്നിന് ഉണ്ടായിരുന്നതെന്നുള്ളത്. മറ്റേന്ന് പറഞ്ഞാൽ മുംബൈ പോയിട്ട് ഫുൾ ടാനൊക്കെ ആയിരിക്കുമായിരുന്നു. പക്ഷേ ഇതിലെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, കംപ്ലീറ്റ്ലി ആ ടാനൊക്കെ റിമൂവ് ആയിട്ട് ശരിക്കും ഭയങ്കരമായിട്ട് ഫേസ് നല്ല ഗ്ലോയും കൂടെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പം ഞാൻ വെളിച്ചത്ത് വന്ന് നിങ്ങളൊന്നും കൂടെ കാണിക്കാം കേട്ടോ. വെളിച്ചത്ത് വന്നപ്പോഴേക്കും ശരിക്കും നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും. നിങ്ങൾ ആദ്യത്തെ ക്ലിപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഫേസ് എങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു എന്നും ഇപ്പോഴത്തെ ഈ ഒരു ക്ലിപ്പിൽ എൻ്റെ ഫേസ് എങ്ങനെയാണെന്നുള്ളതും നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും കേട്ടോ. ഗൈസ്, അപ്പോൾ അങ്ങനെ എൻ്റെ ഹൈഡ്ര ഫേഷ്യലൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടോ. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് ശരിക്കും മനസ്സിലാവട്ടോ. കാരണം ഞാൻ ഒരു മേക്കപ്പും ഇല്ലാണ്ടാണ് ഞാൻ ഇൻട്രോ എടുത്തത്. അപ്പോൾ ഇപ്പോൾ ശരിക്കും നോക്കിയാൽ ശരിക്കും ആ ഫേസിലുള്ള ആ ഗ്ലോ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? കാരണം ഞാൻ മുംബൈ പോയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ടാനായിട്ടാണ് വന്നേച്ചത്. അപ്പോൾ അതിൽ നിന്ന് ശരിക്കും മാറ്റി തന്നു. അപ്പോൾ ചെയ്തതാണ് നമ്മുടെ രേണു ചേച്ചി കേട്ടോ. രേണു ചേച്ചിനെ നിങ്ങൾ പിന്നെ ഇതിനു മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഫസ്റ്റ് ഫോട്ടോഷൂട്ടിന് ഒരുക്കിയത് ചേച്ചിയാണ്. ഞാൻ ഫോട്ടോഷൂട്ടിലേക്ക് കാലെടുത്ത് വെച്ചത് രേണു ചേച്ചി ഒരുക്കിയിട്ടാണ്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ കല്യാണത്തിൻ്റെ തലേദിവസം എന്നെ സുന്ദരിക്കുട്ടി ആക്കിയതും രേണു ചേച്ചി തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് രേണു ചേച്ചിനെ റെക്കമെൻഡ് ചെയ്യാൻ എനിക്ക് യാതൊരു മടിയില്ല. കാരണം അടിപൊളിയാണ്. ഞാൻ എൻ്റെ ഫ്രണ്ട്സ് പോലും ഇപ്പോൾ ഇവിടെ വന്നിട്ടാട്ടോ മിക്കതും ചെയ്യുന്നത്. അവർ സ്മൂത്തൻ ചെയ്തതും പിന്നെ അതുപോലെ തന്നെ സ്ട്രൈറ്റൻ ചെയ്തതൊക്കെ ഇവിടെ തന്നെയാണ്. അപ്പോൾ അടിപൊളി. എൻ്റെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര എന്നുവെച്ചാൽ ചേച്ചി ഇവിടെ സ്റ്റുഡിയോ തുടങ്ങിയത് എന്നുവെച്ചാൽ ആ ഒരു ടൈം കൊണ്ട് എന്നുവെച്ചാൽ എനിക്ക് ചെയ്യണ സമയത്ത് ചേച്ചി ഫ്രീലാൻസ് ആയിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് വലിയൊരു സലൂണൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അടിപൊളിയായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ പേജ് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ബ്രൈഡൽ വർക്ക്സ് ഒക്കെ അടിപൊളിയാണ്. കൂടുതലും ബ്രൈഡൽ വർക്ക്സ് ആണ് ചേച്ചി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും പേജ് ചെക്ക് ചെയ്യാൻ ഞാൻ എന്തായാലും ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, പിൻ കമൻ്റ് ആയിട്ട് ഇട്ടേക്കാം. ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. താങ്ക് യു.